ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത് ചോറ്, മാങ്ങാക്കാളൻ, കിഡ്നി ബീൻസിൻ്റെ ഒരു കറി. അപ്പം ഇവിടെ മാങ്ങ അതങ്ങനെ ടിന്നിൽ കിട്ടും. ഈ മാങ്ങേൻ്റെ കാളനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തേങ്ങ അരച്ചത്, തേങ്ങ ചിരകിയതില്ലാത്തത് കാരണം ഇതാണ് എന്താ പറയുക, കോക്കനട്ട് മിൽക്ക്. നെക്സ്റ്റ് ഐറ്റമാണ് തൈര്. ഈ മൂന്നും വെച്ചിട്ടാണ് നമ്മൾ മാങ്ങാക്കാളൻ ഉണ്ടാക്കാൻ പോണത്. ഒരു സിമ്പിളായിട്ടുള്ള മാങ്ങാക്കാളൻ. നമ്മളെ നാട്ടിലെ മാങ്ങാക്കാളൻ്റെ അതുപോലെയൊന്നും വരില്ല, പക്ഷെ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാക്കാളൻ. ഇങ്ങനെ നീളമുള്ള പീസാണ്. ഒരു 4-5 പീസ് ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയതാണ്. ഇതിനെ വെച്ചിട്ടാണ് മാങ്ങാക്കാളൻ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പം ഇതിലുള്ള സ്വീറ്റ് വെള്ളമുണ്ടത്. ഇത് നമ്മൾ കുക്ക് ചെയ്ത് നന്നായി ഒരുവിധം ഒന്ന് ചൂടായി ആ വെള്ളം ഒന്ന് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാളൻ റെഡിയായി. കാളൻ സൂപ്പറായിട്ട് റെഡിയായി. കാളനും ചോറും റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് കിഡ്നി ബീൻസിൻ്റെ ഒരു കറി. കാളനിൽ ഞാൻ ഇട്ടത് ഈ മാങ്ങ കഷ്ണം ഞാൻ ആദ്യം കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കഴിഞ്ഞു, മാങ്ങാക്കാളൻ കഴിഞ്ഞു. ഇനി കിഡ്നി ബീൻസ്. ഇനി നമ്മൾ അടുത്ത ഐറ്റമാണ് കിഡ്നി ബീൻസ്. അത് ടിന്നിനാണ് കിട്ടുന്നത്. ഇങ്ങനെ ഓപ്പണർ വെച്ചിട്ട് തുറക്കണം. ഞാൻ തുറന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ബീൻസ് ഓപ്പൺ ആക്കി അതിനുള്ളിൽ ഇത് അങ്ങനെ ഉണ്ടാവുക. അതിനെ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, കടുക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി ഇടണം. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് പൊട്ടുന്നുണ്ട്. നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാലകളൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഇടാം. നന്നായിട്ട് വഴറ്റാം. ടൊമാറ്റോ ഇട്ടു. അതിൻ്റെ കൂടെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന മസാല: 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്ര ഇട്ടിട്ടാണ് ഈ മസാല തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി എണ്ണ പുറത്ത് വരുന്നവരെ വഴറ്റി ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് കിഡ്നി ബീൻസ് ഇടുക. കിഡ്നി ബീൻസ് ഞാൻ ഇട്ട് കഴിഞ്ഞു. കിഡ്നി ബീൻസ് ഇട്ട് മസാലയൊക്കെ നല്ല മെൽറ്റായി നല്ല ഫിക്സായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കിഡ്നി ബീൻസ് ഇട്ടു. ഇതായി. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏത് മസാല നമ്മൾ വഴറ്റുമ്പോഴും ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റും ഒരു കളറും കിട്ടും. അപ്പം ഏത് മസാല വഴറ്റുമ്പോഴും നമ്മൾ നല്ല പഞ്ചസാര ഇടുക. കുറേയൊന്നും വേണ്ട, ഒരു നല്ല പഞ്ചസാര ഇടുക. എന്നിട്ട് വഴറ്റി നോക്കുക. നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കിഡ്നി ബീൻസിൻ്റെ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനിത് മുഴുവനായിട്ട് വെന്തതാണ്, പക്ഷെ ഞാനിതൊന്ന് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്, ഒരൊറ്റ വിസിൽ. എന്നാൽ ഇതിനൊരു ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇതാവും. ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങൊക്കെ ഇടായിരുന്നു, പക്ഷെ ഇതൊന്നും ഇട്ടിട്ടില്ല. ഇത് മാത്രം ആണ് ഇട്ടത്. ഇത് ഓൾമോസ്റ്റ് ഇതിങ്ങനെയായി. ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാണിച്ചു തരാം. കിഡ്നി ബീൻസ് റെഡിയായി. ഇതാണ് കിഡ്നി ബീൻസ് കറി. ഇന്നത്തെ കുക്കിംഗ് ഓൾമോസ്റ്റ് റെഡി. മാങ്ങാക്കാളൻ, ചോറ്, കിഡ്നി ബീൻസിൻ്റെ കറി. ഓക്കെ, ബൈ.